ആദ്യ ആഴ്ചയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു രതീഷ്. ചെയ്തുകൊണ്ടിരുന്നത് ഇറിറ്റേറ്റിംഗ് ഗെയിം ആയിരുന്നു. ഇറിറ്റേറ്റിംഗ് ഗെയിം ആണെങ്കിലും ആ ആഴ്ചയിലെ മൊത്തം കണ്ടന്റുകളും കൊണ്ടുപോയതും അധികമായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു രതീഷ്. രതീഷിനെതിരെ സുരേഷ് ആരോപിച്ച ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ആരോപണം, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് ഇത് പുറത്താക്കിയതിന് കാരണമായിട്ട് പറഞ്ഞത് പ്രേക്ഷകരുടെ പിന്തുണയില്ല എന്നാണ്. നമ്മൾ അങ്ങനെ കരുതുന്നില്ല എങ്കിലും നമുക്ക് ബിഗ് ബോസിനെ മാനിച്ചുകൊണ്ട് അങ്ങനെയാണെന്ന് പറയാം. രണ്ടാമത്തെ ആഴ്ചയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടന്റുകൾ തരുന്ന ഒരാളായിരുന്നു നമ്മുടെ റോക്കി അടുത്ത വീക്കിൽ പുറത്തു പോകുന്നു. അസോൾട്ടിനാണ് റോക്കി പുറത്തു പോകുന്നത്. അതിന്റെ കൂടെ അതിന്റെ വിക്ടിമായിട്ടുള്ള സിജോയും പുറത്തു പോകുന്നു. സിജോ ഇനി വരുമോ വരില്ലേ എന്നുള്ളത് നമുക്ക് കണ്ടു അറിയാം. കാരണം കുറച്ച് ദിവസമായിട്ട് സിജോ ഹോസ്പിറ്റലാണ്, സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടറിയാം. സിജോ തിരിച്ചു വരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് അങ്ങനെ കരുതാം. ആയാലും ഈ പറഞ്ഞ 3 പേരും ഇപ്പൊ ഈ ഷോയിലില്ല. ആദ്യത്തെ 2 ആഴ്ചയിൽ തന്നെ നമുക്ക് 3 നല്ല സ്ട്രോങ് പ്ലേയേഴ്സിനെയാണ് നഷ്ടമായത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോ ആണ്. ജിൻഡോ മിക്കവാറും അടുത്ത വീക്കിൽ പുറത്താകും. കാരണം ഇതാണ്, ഓൾറെഡി ആ ഹൗസിലുള്ള എല്ലാവരും ഏകദേശം കുറേ പേര് ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പേരിൽ ഓൾറെഡി ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫെബ്രുവരിയാണ് ഇതിന് തുടക്കമിട്ടത്, ബാഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിന്. അത് കഴിഞ്ഞ ശേഷം ആദ്യം ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് അനുകൂലിക്കാത്ത, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയരുത്, ഒരു പേഴ്സണെ തേജോവധം ചെയ്യരുത്, ഇങ്ങനെയൊന്നും മോശമാണ് എന്ന് പറഞ്ഞ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതൊരു പിടിവള്ളിയാണ്, ജിൻഡോനെ ഈ പേരിൽ പുറത്താക്കാം എന്നുള്ളൊരു കാര്യത്തിൻ്റെ പുറത്ത് ഇതിലേറ്റു പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്ന് എനിക്കത് തോന്നിയില്ല, ഇന്ന് ചെയ്തത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര മോശം രീതിയിൽ ഇവരൊക്കെ കാല് മാറിയിട്ടുണ്ട്. ജിൻഡോന്റെ പുറത്തും ഒരു എന്താ പറയുക ബാഡ് ടച്ച് എന്നുള്ള രീതിയിലുള്ള കാര്യം എടുത്തു വെച്ചിട്ടുണ്ട്. സീസണുകളിലൊക്കെ ഇങ്ങനെയുള്ള ബാഡ് ടച്ച് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പേരിൽ. അപ്പോൾ ഇതൊരു ഇവർക്ക് കിട്ടിയൊരു പിടിവള്ളി ആയിട്ടാണ് ഇതിൽ പലരും കണ്ടിട്ടുള്ളത്. അത് അവരെ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടും പലരും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ പുറത്താക്കിയാൽ നമുക്കെല്ലാം ആകാം എന്ന് കരുതിയിട്ടായിരിക്കും അവർ പുറത്താക്കുന്നത്. പക്ഷേ ഒരിക്കലും അവർ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. പുറത്തു പോയാലും അവിടെ ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവരറിയാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, വൈൽഡ് കാർഡുകൾ വരാനുണ്ട്. വൈൽഡ് കാർഡുകൾ വന്നിട്ട് മിക്കവാറും ഈ സീസണിൽ കപ്പ് അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. കാരണം ഇവിടെ ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറയാൻ ജിൻഡോ ഒന്നും ഒരിക്കലും ഇപ്പം ഫുള്ളായിട്ട് ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നിലവിൽ അവിടെ ആരുമില്ല. ജിൻഡോ പുറത്തു പോയാലും അവിടെ ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പറയുന്ന രീതിയിലേക്ക് വരാനും അവിടെ ഒരു പ്ലെയർ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ മിക്കവാറും നമ്മൾ ഈ സീസൺ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളത് വരുന്ന വൈൽഡ് കാർഡ്സിനാണ് ചാൻസ് ഉള്ളത്. മിക്കവാറും അങ്ങനെ ആകാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഈ ജിൻഡോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹറാസ്മെൻറ്റ്, സെക്ഷൽ ഹറാസ്മെൻറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബോഡി ടച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഇത്രയും ബുദ്ധിയുള്ള ഒരു വ്യക്തിയായ ജിൻഡോ, ഇത്രയും ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഒരു ജിൻഡോ, ഫിസിക്കൽ ട്രെയിനറാണ്, സെലിബ്രിറ്റി ട്രെയിനറാണ്, ഇത്രയും ആൾക്കാർ ഇത്രയും ക്യാമറയും മുന്നിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ കളിക്കണത്. ആ ഒരു ജിൻഡോ ഒരിക്കലും ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരിക്കലും ജിൻഡോ ഇമാതിരി തെണ്ടിത്തരൊന്നും കാണിക്കുന്നു എനിക്ക് തോന്നില്ല. ഒരിക്കലും ജിൻഡോന് ഇങ്ങനെയുള്ള എന്താ പറയുക മോശം രീതിയിലുള്ള അല്ലെങ്കിൽ ഇമാതിരി പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജിൻഡോ അത്രയും പുറത്ത് നല്ല രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ രീതിയിൽ എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ഒരിക്കലും ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരിക്കലും ഓക്കെ ആയിട്ടുള്ള കാര്യം അല്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കാരണം ഒരിക്കലും ജിൻഡോയുടെ ഭാഗത്ത് ഇങ്ങനെ വരും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.